പെൺമയിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം. സംഗീത ലോകത്തെ യുവ സാന്നിധ്യത്തെയാണ് ഇന്നലത്തെ പെൺമയിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ പെൺമയിൽ ശാസ്ത്രീയ സംഗീത ലോകത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നാദശ്രീ കലാരത്നം ശ്രീമതി വനജ ശങ്കർ. ഒട്ടേറെ പ്രതിഭകൾ അരങ്ങുവാണ തിരുവനന്തപുരം സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയാണ് വനജ ശങ്കർ. ശാസ്ത്രീയ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വനജ ശങ്കറിന്റെ സംഗീത ലോകത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം പെൺമയിലൂടെ. സംഗീത ലോകത്തെ തുടക്കമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചെറിയ ക്ലാസ് മുതൽ ഞാൻ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുകയും പാട്ടും ഭരതനാട്യം കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അങ്ങനെ ഒരു കലാപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ്. പിന്നെ എൻ്റെ അച്ഛനും വീട്ടിലെല്ലാവരും അതിന് വളരെ പ്രോത്സാഹനം തരുന്ന ഒരു ആൾക്കാരൊക്കെയാണ്. അത് കാരണം അങ്ങനെ സ്കൂളിലെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് കോളേജിൽ പിന്നെ ദേവസ്വം ബോർഡ് തലയോൽപ്പറമ്പിലാണ് എൻ്റെ വീട്. അവിടെ തലയോൽപ്പറമ്പ് ദേവസ്വം ബോർഡിലും പഠിച്ചതിന് ശേഷം ഞാനിങ്ങനെ RLV സംഗീത കോളേജിൽ വന്നു ചേർന്നു. അപ്പം ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛനാണ് എനിക്ക് ആദ്യം പാട്ടെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം അച്ഛൻ്റെ ഒരു ബന്ധുവുണ്ട്, കോത്തല കേശവൻ ഭാഗവതർ എന്ന് പറയും, നല്ല ഒരു സംഗീതജ്ഞനായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അദ്ദേഹം കുറേ കീർത്തനങ്ങളും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നു. അതൊക്കെ പിന്നെ സ്കൂൾ പഠിത്തവും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അത്ര ഒരു സീരിയസ്നെസ് ഒന്നും നമ്മൾ കൊടുത്തിരുന്നില്ല എന്ന് വേണം പറയാൻ. പിന്നെ അത് കഴിഞ്ഞ് RLV വന്ന് ചേർന്നപ്പോൾ അതെല്ലാം വളരെ സഹായമായി. നമ്മൾ കോളേജിൽ പിന്നെ മെയിനായിട്ട് മ്യൂസിക് പഠിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നു. അങ്ങനെയാണ് പാട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. ശ്രീ ഗണപതിയേ തിരുവടിയേ ശരണം. തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കാലം മുതലേ പാട്ട് തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ആളാണ്. പിന്നെ അതിന് എൻ്റെ അച്ഛൻ നന്നായി പാടും, വീട്ടിലെല്ലാവരും നന്നായി പാടുന്നതുകൊണ്ട് അതിനുള്ള ഒരു പ്രോത്സാഹനവും വീട്ടിൽ നിന്ന് നന്നായി കിട്ടിയിരുന്നു. അതിനുശേഷം തലയോൽപ്പറമ്പിലാണ് എൻ്റെ വീട്. ഞാൻ അവിടുത്തെ ദേവസ്വം ബോർഡ് കോളേജിലെല്ലാം പഠിച്ചതിന് ശേഷം RLV സംഗീത കോളേജിൽ വന്ന് ചേരുകയും പിന്നെ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ക്ലാസിക്കൽ സംഗീതം പഠിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് വരികയും ചെയ്തു. ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിനേക്കാൾ വളരെയധികം ഹാപ്പി ആയിരുന്നു ആ ഒരു കാലഘട്ടം എന്നുള്ളത്. വളരെ ചെറിയ കുട്ടികളെ ഈ പ്രയർ സോങ്ങുകളൊക്കെ പഠിപ്പിക്കുക, പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ അവിടെ ഈ പാട്ട് ടീച്ചർ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, പാട്ടിൻ്റെ ആൾ. അപ്പോൾ മുഴുവൻ ടീച്ചേഴ്സിൻ്റെ സത്യത്തിലൊരു ഭയങ്കര വാത്സല്യവും സ്നേഹത്തിലുമാണ് എനിക്ക് ആ സ്കൂളിലെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത അത്രയ്ക്കും സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. എനിക്ക് പിന്നെ മറ്റ് വിഷയങ്ങളൊക്കെ ചില സ്കൂളുകളിൽ മ്യൂസിക് ടീച്ചേഴ്സിനെ കൊണ്ട് മറ്റ് വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അവിടുത്തെ അന്നത്തെ മിസ്സസ് ശാന്തകുമാരി എന്ന് പറയും, കോട്ടയത്തുള്ള ഒരു ടീച്ചറാണ്. ടീച്ചർ സംഗീതത്തിലൊക്കെ ഭയങ്കര താല്പര്യവും ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എന്നോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവുമാണ്. അപ്പോൾ അറിയുന്നതൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും ഒരു സരളി വരിശകളും ഗീതം, അലങ്കാരം ഇങ്ങനെയുള്ള ഞങ്ങളുടെ സംഗീതത്തിൻ്റെ ഏറ്റവും ബേസിക് പാഠങ്ങളെല്ലാം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും ഒരുവിധം പാടാൻ പറ്റുന്ന കുട്ടികളെല്ലാം ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി, പറ്റുള്ള കുട്ടികളെ ബാക്കിൽ ഇരുത്തിയിട്ട് ഇവരെ കൊണ്ട് കൂടുതൽ പാടിപ്പിച്ച് വരുമ്പോൾ അവർക്കും ഒരു ടേസ്റ്റ് ഉണ്ടാകത്തക്ക രീതിയിൽ അങ്ങനെ ഞാൻ നന്നായി അവിടെ ക്ലാസ് എടുത്തിരുന്നു. എനിക്കത് വളരെ സന്തോഷപ്പെട്ട ഒരു കാലഘട്ടമാണ്. പിന്നെ കോളേജിൽ വന്നു കഴിയുമ്പം അത് പിന്നെ സംഗീതം തന്നെ മെയിൻ പഠിക്കുന്ന കുട്ടികളോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് തികച്ചും വ്യത്യസ്തമാണ്. കാരണം നമ്മൾ വളരെ ഗൗരവമായിട്ട് പിന്നെ സിലബസ് അനുസരിച്ച് നല്ല രീതിയിൽ കുട്ടികളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അവരൊരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ അന്ന് ആദ്യമൊക്കെ കയറുന്ന കാലഘട്ടത്തിൽ ഈ ഗാനഭൂഷണം, ഗാനപ്രവീണ കോഴ്സുകൾ തന്നെയായിരുന്നു. പിന്നീടാണിപ്പോൾ ഒരു 10-12 വർഷത്തോളം ആയിട്ടുള്ളൂ ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളൊക്കെ ആക്കി മാറ്റി. എന്തായാലും ഇതിൻ്റെ പഠന രീതിയും പഠിപ്പും പാഠാന്തരങ്ങളും എല്ലാം ഇന്നും അത് തന്നെ. ഗണപതിയേ
തിരുവടിയേ. ടീച്ചേഴ്സ് എല്ലാം പാടുന്നത് കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ട് എനിക്കും പാടണം, ഇങ്ങനെ പാടണം എന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പഠിത്തം തന്നെയാണ് ഒരു വളരെ ഇതിൽ. അപ്പോൾ 4th ഇയർ ആയി കഴിഞ്ഞപ്പോൾ ഏതായാലും ഗാനഭൂഷണം തീരാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ഗാനപ്രവീണയ്ക്കൊക്കെ ചേരുവോ പഠിക്കുമോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒരു അരങ്ങേറ്റം നടത്തണം എന്ന് അച്ഛനും എനിക്കും എല്ലാം മോഹം കൊണ്ട് ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ ആദ്യമായിട്ട് 4th ഇയറിൽ പഠിക്കുമ്പോഴാണ്, ഗാനഭൂഷണം 4th ഇയറിൽ പഠിക്കുമ്പോഴാണ്, അതായത് 1980 ചോറ്റാനിക്കര അമ്പലത്തിലെ ഉത്സവത്തിനാണ് ആദ്യമായിട്ട് അരങ്ങേറുന്നത്. അതിന് ശേഷം അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അന്ന് പഠിപ്പിച്ചിരുന്ന ചങ്ങനാശ്ശേരി ജനാർദ്ദനൻ എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രൊഫസറൊക്കെ ആയി ഇപ്പോൾ റിട്ടയറായി സുഖമായിരിക്കുന്നു. അദ്ദേഹം എല്ലാം പറഞ്ഞു തന്ന് ഈ സ്റ്റേജിൽ സാറും കൂടി ഇങ്ങനെ അരികിൽ ഇരുന്നിട്ടാണ്. ഞാൻ വളരെ ചെറിയ കുട്ടി അന്ന്, അപ്പോൾ എങ്ങനെ പാടും എന്താ എന്നുള്ള ഒരു ടെൻഷനും കൂടെ കൊണ്ടാകണം. പിന്നെ എനിക്കൊരു ധൈര്യത്തിനും കൂടി ആകണം. സാറ് എപ്പോഴും എനിക്ക് എൻ്റെ ഈ അരികിലിങ്ങനെ ഇരുന്നിട്ടാണ്, എപ്പോഴും അതിൻ്റെ ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അരികിലിങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറിയത്. കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അവാർഡാണ് നാണിക്കുട്ടിയമ്മ മെമ്മോറിയൽ അവാർഡ്. അത് ആ വർഷം എനിക്ക് കിട്ടി. അതാണ് ആദ്യമായിട്ട് കിട്ടിയ ഒരു അവാർഡെന്ന് പറഞ്ഞാൽ. അതിന് ശേഷം ഓൾ കേരള അനുഷ്ഠാന കലാവേദിയുടെ നാദശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം കിട്ടി. പിന്നീട് അതിന് ശേഷമാണ് ഡോക്ടർ അംബേദ്കർ നാഷണൽ അംബേദ്കർ അവാർഡ് ലഭിച്ചു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ കലാരത്നം എന്നിട്ടൊരു ടൈറ്റിൽ അങ്ങനെ കിട്ടി. പിന്നെ പ്രശസ്തി പത്രങ്ങൾ അത് ചെറുതായിട്ടുള്ള കുറേ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വ്യക്തികളെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരുടെയും സംഗീതം, കാരണം സംഗീത കോളേജിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ആ കാലഘട്ടത്തിലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ പ്രശസ്തരും നന്നായി പഠിപ്പിക്കുന്നവരും വളരെ ജ്ഞാനസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് സത്യത്തിൽ ഒരു ആരാധന തന്നെയാണ് ഇപ്പോഴും. പിന്നെ സീനിയേഴ്സ് എന്ന് പറയുകയാണെന്ന് വരികയിലേക്ക് പിന്നെ മഹാരാജപുരം സന്താനം അദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗീത ശൈലിയും വളരെ ഇഷ്ടമാണ്, ഏറ്റവും സീനിയേഴ്സായിട്ടുള്ളത്. പിന്നെ ഞങ്ങളെല്ലാം പഠിക്കുന്നത് നമ്മൾ ചെമ്മാങ്കുടി സാറായിരുന്നു നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ, അവരുടെ ശിഷ്യ പരമ്പരകളാണ് നമ്മുടെ ടീച്ചേഴ്സെല്ലാം ഞങ്ങളുടെയൊക്കെ. അപ്പോൾ ആ ഒരു ബാണിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗീതത്തിൻ്റെ സ്റ്റൈൽ അതുതന്നെയാണ്. അപ്പോൾ അതും നമുക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ കേൾക്കാനും പഠിക്കാനും എല്ലാം എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരാളെ പറയുന്നുള്ളൂ എന്നുള്ള എല്ലാവരെയും ഇഷ്ടമാണ്. എങ്കിൽ തന്നെ മഹാരാജപുരം സന്താനം അദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ സംഗീത ലോകത്ത് നിന്ന് വനജ ശങ്കർ സ്വന്തമാക്കിയിട്ടുണ്ട്. വനജ ശങ്കറിന്റെ സംഗീത ലോകത്തെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഗണപതിയേ തിരുവടിയേ ശരണം, ശ്രീവാദവേ ഗണപതിയേ തിരുവടിയേ ശരണം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും കഴിവുള്ള കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരേ ഒരു അവസരമാണ് ഇതുമാതിരിയുള്ള ഷോകൾ. അല്ലാത്ത കുട്ടികൾ എങ്ങനെ ആളുകൾ അറിയും? അത്ര പ്രശസ്തിയായി ഏതെങ്കിലും സാഹചര്യം ഒത്താൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഫേമസ് ആകാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ്. പക്ഷേ അതിനിപ്പോൾ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ പലതും നമുക്ക് പറയാം. എന്നിരുന്നാൽ തന്നെ അതിനെന്ന് പറഞ്ഞിട്ട് മുഴുവൻ സമയവും മെനക്കെടുത്തി ഇപ്പോൾ സംഗീത കോളേജിൽ, എൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ പലരും ഇതിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. പങ്കെടുക്കാൻ പോയി കഴിയുമ്പോഴൊക്കെ അവർക്ക് അറ്റൻഡൻസ് ഇല്ലാതെ വരുമ്പം പരീക്ഷ എഴുതാൻ പറ്റാതെ വരിക. അപ്പോൾ അങ്ങനെ ആ കൊല്ലം നഷ്ടപ്പെടുക, വീണ്ടും റീ അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ അവിടെ വെച്ച് പഠിത്തം നിർത്തിപ്പോവുക. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ചില കുട്ടികൾ, ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാൻ കുട്ടികളെ സംബന്ധിച്ച് പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അതിന് സമയം കണ്ടെത്തി ഇതിനൊരു സമയം വൃത്തിയായിട്ട് പാഠങ്ങൾ പഠിക്കുക, കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക, പരീക്ഷകൾ എഴുതുക, ഇൻറ്റേണൽസ് ചെയ്യുക, ഇതിനെല്ലാം നമ്മളൊരു ടൈം ടേബിൾ പോലെ
അതും ഇതും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാം നമ്മുടെ മനസ്സിൻ്റെയാണ്. വേണമെന്ന് വെച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് കുട്ടികൾ കുറച്ചുകൂടെ അതിൽ ശ്രദ്ധിക്കണം, അതിലും കൂടി ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാറുള്ളത്. അതുകൊണ്ട് ഈ ഷോകളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുട്ടികൾക്ക് വലിയ 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 നേട്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ മനസ്സ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വിലപ്പെട്ട കാര്യം. അത് നമുക്ക് മടിയാണ്, നമ്മളിപ്പോൾ അഡ്മിനിസ്ട്രേറ്ററാണ്, എന്നാൽ അത് മാത്രം മതി എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ വക ഒരു കാര്യങ്ങളും നമുക്ക് നടക്കില്ല. പക്ഷേ 5 മണി വരെ നമ്മൾ കോളേജിലെ ഇതുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്ത് 5 മണി കഴിഞ്ഞ് അത് വിടണം. വിട്ടിട്ടൊന്ന് ഫ്രഷായി നമ്മൾ വീട്ടിൽ വന്നപ്പോൾ TV ഒന്ന് കണ്ടു, അല്ലെ സന്ധ്യ ആകുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് പാടി, അപ്പോൾ നമ്മളുടെ പാട്ട് നടക്കും. അപ്പോൾ നമുക്ക് കച്ചേരിക്ക് പോകാൻ എപ്പോഴും പ്രത്യേക ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. എപ്പോഴും നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ വീട്ടിൽ നമ്മൾ പാടുമ്പോൾ അത് അതിൻ്റെ കൂടെ നടക്കും. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കാര്യത്തിൽ ഒരിക്കലും നമ്മൾ വീട്ടമ്മ എന്നുള്ള ആ ഒരു ഭാഗം നമുക്ക് കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാത്തിലും അത് ബാധിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും കുട്ടികളുടെ കൂടെ, ഹസ്ബൻഡിൻ്റെ കൂടെ നമ്മളുടെ വീട്ടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതും നമ്മൾ ചെയ്യണം. +2വിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനം, +2 റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്യും. അതിനെ 5 ഫാക്കൽറ്റിയാണുള്ളത്. അതായത് വോക്കൽ, വയലിൻ, വീണ, മൃദംഗം, നൃത്തം, അങ്ങനെ 5 ഫാക്കൽറ്റിയാണ്. അതിൻ്റെ ബാച്ചലർ ഓഫ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ്, MPA BPA, ഇങ്ങനെയാണ് കോഴ്സ്. 5 വർഷത്തെ കോഴ്സാണ്, 3ഉം 2ഉം. അപ്പോൾ നമ്മൾ ഈ 3 വർഷത്തെ ഡിഗ്രി കോഴ്സിന് കുട്ടികളെ എടുക്കുന്ന +2 കഴിഞ്ഞ് പാസ്സായ കുട്ടികളെ. +2ൻ്റെ മാർക്ക് നമ്മൾ വിഷയം എത്ര മാർക്ക് കിട്ടിയാലും ഇവിടെ അഡ്മിഷൻ കിട്ടണമെന്നില്ല. നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. അപ്പോൾ വോക്കൽ വേണ്ട കുട്ടിക്കാണ് അവരെ പാടിച്ചു നോക്കും. നൃത്തം വേണമെന്ന് വെച്ചിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നൃത്തം നമ്മൾ ചെയ്യിച്ചു നോക്കും. അതിൽ ആപ്റ്റായിട്ടുള്ള കുട്ടികൾ, അവർക്ക് ശ്രുതിയുണ്ടോ താളമുണ്ടോ അതിനായ ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം നോക്കി അതിൽ പറ്റുന്ന കുട്ടികളെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ 9:30 മുതൽ 3:30 വരെയാണ് ക്ലാസ് ടൈം. അങ്ങനെയാണ് കോളേജിലെ പിന്നെ വിഷയങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ശ്രീ ഗണപതിയേ തിരുവടിയേ. ഞാൻ പറയുന്നത് അതിനിപ്പോൾ ഏത് കോളേജിൽ പഠിച്ചാലും നമുക്കൊരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ കയറാൻ വേണമെങ്കിൽ സാധിക്കും, അല്ലേ? പക്ഷേ സംഗീത കോളേജിൽ വന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവർ ഡോക്ടർമാരായി വരുന്നു, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന എഞ്ചിനീയർമാരായി വരുന്നു എന്ന് പറഞ്ഞ മാതിരി സംഗീത കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നാളെ ഒരു സംഗീതജ്ഞനാകണം, ഒരു സംഗീതജ്ഞനാകണം, ഇത് തന്നെയാകണം എൻ്റെ ഒരു ജീവിത മാർഗം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി വരണം കുട്ടികൾ. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഒരു അഡ്മിഷൻ കിട്ടുന്നത് നല്ല ടാലൻ്റുള്ള കുട്ടികൾ. ഇവിടെ വന്നവർ ഉഴപ്പി ചിലതൊക്കെ അങ്ങനെയാകും എന്നുള്ളതല്ലാതെ വളരെ ടാലൻ്റുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്താണ് എടുക്കുന്നത്. പിന്നെ വേണ്ട ട്രെയിനിങ്ങും കൂടി കിട്ടുമ്പോൾ അവർ നല്ല ഒരു കലാകാരായി മാറുവാണ്. പക്ഷെ അത് അവർ മനസ്സിലാക്കാതെ വന്നതിന് ശേഷം മോശമായി പോകുന്ന കുട്ടികൾ ധാരാളം പേരുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ട് നല്ല സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള മനസ്സോടുകൂടി വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഗണപതിയേ തിരുവടിയേ ശരണം. ശ്രീവാതാവേ ഗണപതിയേ തിരുവടിയേ ശരണം. ശ്രീവാതാവേ ഗണപതിയേ തിരുവടിയേ ശരണം. വനജ ശങ്കറിന്റെ സംഗീത ലോകത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. പെൺമയിൽ അടുത്തത് സൗന്ദര്യം. ഇന്നിവിടെ ചെയ്യുന്നത് സ്പ്ലിറ്റൻസ് ട്രീറ്റ്മെൻ്റ് ആണ്. സാധാരണ ഹെയറിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നത് അത് പ്രോപ്പർ ബ്രഷിങ് കുറവായതുകൊണ്ടാണ് ടീനേജേഴ്സിന് അങ്ങനെ ഉണ്ടാകുന്നത്. കൂടാതെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, ബ്ലീച്ചിങ്, പേമിങ്, സ്ട്രെയിറ്റനിങ് തുടങ്ങിയ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹെയറിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. സ്പ്ലിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹെയർ ഷാഫ്റ്റിൻ്റെ ടിപ്പ്
പൊട്ടിയാണ് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുന്നത്. ഹെയർ ഷാഫ്റ്റിൻ്റെ ടിപ്പാണ് സാധാരണ സ്പ്ലിറ്റിൽ ഉണ്ടാകുകയും അത് മേലോട്ട് റൂട്ടിലോട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് സ്പ്ലിറ്റ് എൻഡ്സ് കട്ട് ചെയ്ത് ഹെയർ നല്ല കണ്ടീഷനിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഹെയർ കട്ടിങ് ഇതിനൊരു ശാശ്വത പരിഹാരമല്ല. സ്പ്ലിറ്റ് എൻഡ്സ് മാത്രം കട്ട് ചെയ്യുകയാണ് വേണ്ടത്. സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ ഹെയറിൻ്റെ തിക്നെസ് കുറയും. കാരണം ഷാഫ്റ്റ് പൊട്ടി മേളിലോട്ട് റൂട്ടിലോട്ട് വരും തോറും തിന്നിങ് സംഭവിക്കും ഹെയറിന്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് എൻഡ്സ് കട്ട് ചെയ്ത് ഹെയർ പരമാവധി നല്ല കണ്ടീഷനിൽ തന്നെ സൂക്ഷിക്കുക. തിക്നെസ് കുറയുന്ന അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് 4 മെത്തേഡാണുള്ളത്. ഒന്ന് സ്പ്ലിറ്റ് എൻഡ്സ് കട്ടിങ്, പിന്നെ ഹെയർ നറിഷിങ്, സ്റ്റീമിങ്, ഹെയർ കണ്ടീഷനിങ്. അതിൽ സ്പ്ലിറ്റ് എൻഡ്സ് കട്ടിങ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് ഒരു പോർഷൻ ഹെയർ നമ്മൾ എടുത്തതിന് ശേഷം എത്രമാത്രം സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുന്നു എന്ന് നോക്കാൻ വേണ്ടി ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്ത് ടിപ്പിലോട്ട് വരുമ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. സ്പ്ലിറ്റ് എൻഡ്സ് വിസിബിളാണ്. നമ്മൾ ഈ സ്പ്ലിറ്റ് എൻഡ്സ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ചെറിയ സിസേഴ്സ് ഉപയോഗിച്ച് ഈ ബ്രൗൺ കളറിലെ ഹെയർ ഷാഫ്റ്റ് കട്ട് ചെയ്യും. അതിനുശേഷം ചെറുതായിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് കട്ട് ചെയ്യും. സാധാരണ ഹെയർ കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ടിപ്പ് മാത്രമാണ് ചെയ്യുന്നത്. അതൊരു പരിഹാരമല്ല സ്പ്ലിറ്റ് എൻഡ്സിന്. സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തിയാൽ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കുന്നതിന് സാധിക്കും. അടുത്ത പോർഷൻ എടുക്കുക. എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് ചെറിയ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യും. നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചാൽ സ്പ്ലിറ്റ് എൻഡ്സ് കാണാൻ പറ്റും. സ്പ്ലിറ്റ് എൻഡ് കട്ട് ചെയ്തതിന് ശേഷം ഇനി സെക്കൻഡ് സ്റ്റേജ് മസാജിങ് ആണ്. നമ്മൾ മസാജിങ്ങിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും ഒരു നറിഷിംഗ് ക്രീമോ ഹെയർ പ്രോട്ടീൻ ക്രീമോ ഉപയോഗിച്ച് മസാജ് ചെയ്യാവുന്നതാണ്. ഹെവി മസാജിങ് ആവശ്യമില്ല. തിൻ പോർഷൻസ് എടുത്ത് സ്കാൽപ്പിലോട്ട് ക്രീം തേച്ച് പിടിപ്പിക്കും. അടുത്തതായിട്ട് ക്രീം ഹെയർ ഷാഫ്റ്റിലേക്കും തേച്ച് പിടിപ്പിക്കും. റൂട്ടിലും ഷാഫ്റ്റിലും ഒരേപോലെ ക്രീം ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മസാജിങ് തുടങ്ങിയാണ്. ക്രൗൺ സെക്ഷനിലാണ് ആദ്യം മസാജ് തുടങ്ങുന്നത്. ക്രൗണിൽ നിന്നും നെയ്പ് സെക്ഷനിലോട്ട് ചെറിയൊരു വൈബ്രേഷൻ കൊടുക്കും. മസാജിങ്, റിലാക്സേഷൻ, നെയ്പ്പിൽ അമർത്തി തരും. മസാജ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് നെയ്പ് സെക്ഷനിൽ തമ്പ് വെച്ച് അമർത്തി പ്രഷറൈസ് ചെയ്ത് റിലാക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കപ്പിംഗ് ദ ഷോൾഡർ. അടുത്ത സ്റ്റേജ് സ്റ്റീമിംഗ് ആണ്. 5 മുതൽ 8 മിനിറ്റ് വരെയാണ് സ്റ്റീം ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റായി. ഇപ്പോൾ നമ്മൾ സ്റ്റീമർ മാറ്റിവെക്കും. സ്റ്റീം ചെയ്തതിന് ശേഷം ഉടനെ വാഷ് ചെയ്തത്. ഇത് ഒന്ന് തണുത്തതിന് ശേഷം സ്കാൽപ്പിൽ വെള്ളം ഒഴിക്കാവും. 3rd സ്റ്റേജ് കംപ്ലീറ്റ് ആക്കി. ഇനി 4th സ്റ്റേജ് കണ്ടീഷനിങ് ആണ്. കണ്ടീഷൻ ചെയ്യാൻ പോവാണ്. ഇത് ഡൾ ഡീഹൈഡ്രേറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഒരു മോയ്സ്ചറിങ് ഷാമ്പു ഉപയോഗിച്ചാണ് ഷാമ്പു ചെയ്യുന്നത്. ഒരു മോയ്സ്ചറിങ് കണ്ടീഷൻ ഉപയോഗിച്ചാണ് കണ്ടീഷൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഹെയർ തണുക്കാൻ ഒരു 2 മിനിറ്റ് അനുവദിക്കുക. ഇപ്പോൾ കണ്ടീഷനിങ് കഴിഞ്ഞു.
ഹെയർ നന്നായി മോയ്സ്ചർ ചെയ്തിട്ടുണ്ട്. ഹെയർ ഉണക്കാൻ വേണ്ടി ഡ്രയർ ഉപയോഗിക്കാൻ പാടില്ല. സ്പ്ലിറ്റൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡ്രയർ ഉപയോഗിക്കാൻ പാടില്ല. വിൻഡിൽ തന്നെ സാവകാശം ഉണക്കിയെടുക്കുക. ട്രീറ്റ്മെൻറ്റിൻ്റെ 4 സ്റ്റേജുകളും കഴിഞ്ഞു. ഹെയറിൽ സ്പ്ലിറ്റൻസ് ഇപ്പോൾ തീരെയില്ല. സ്പ്ലിറ്റൻസ് കട്ടിംഗ് ഒരു ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റാണ്. വനജ ശങ്കറിന്റെ സംഗീത ലോകത്തെ വിശേഷങ്ങളും മിനി മാത്യു നൽകിയ ബ്യൂട്ടി ടിപ്പുകളുമായി ഇന്നത്തെ പെൺമ ഇവിടെ പൂർണ്ണമാകുകയാണ്. പെൺമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതുമയാർന്ന ഒരു അധ്യായവുമായി നാളത്തെ പെൺമയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.